ഞാൻ PJ ജോൺ മാസ്റ്റർ അമ്പൂരി സെന്റ് തോമസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ സതീശൻ നായർ, അമ്പൂരി സെന്റ് തോമസ് ഹൈസ്കൂളിലെ പൂർവ്വ 1976 പൂർവ്വ വിദ്യാർത്ഥി. 1976 SSLC ബാച്ചിൽ വരുന്ന വിദ്യാർത്ഥികളുടെ സംഗമം നാളെ 18/4/2026 അമ്പൂരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. 15 വയസ്സിലൊക്കെ പിരിഞ്ഞവർ 65-66 വയസ്സിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. കാര്യം 50 വർഷം ഗോൾഡൻ ജൂബിലി വർഷമാണ് ഈ വർഷം ഞങ്ങൾ നടത്തുന്നത്. ഈ വർഷം തന്നെ സംഗമം വെച്ചിരിക്കുന്നത് ആ ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രമാത്രം ദീർഘകാലത്തിന് ശേഷമുള്ളൊരു സംഗമം ഇതുവരെയെങ്കിലും എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. അത്രമാത്രം ഞങ്ങളുടെ ആ വിദ്യാർത്ഥികളുമായിട്ട് ഞങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ സാരം. ഞങ്ങളെ പഠിപ്പിച്ച കോട്ടയം ഭാഗത്തുള്ള 9 അധ്യാപകരെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിരുന്നു. അവർക്ക് പലർക്കും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത് പങ്കെടുക്കാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാറ്റുപുര ജോയി സാർ, സൂസമ്മ ടീച്ചർ, സുശീല ടീച്ചർ എന്നീ 3 അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുക കൂടി നാളെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാല സ്മരണകൾ, ഇപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തുള്ളിച്ചാടി നടന്ന് ആ സാഹോദര്യമായ ബാല്യകാല ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് ഒരു വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സായം സന്ധിയിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴുള്ളത്. ആ വരുന്ന കാലഘട്ടത്തിൽ ആ പൂർവ്വകാല സ്മരണകൾ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബാല്യകാല സൗഹൃദങ്ങൾക്ക് എത്രമാത്രം ദൃഢതയുണ്ടെന്നും എത്രമാത്രം ആഴമുണ്ടെന്നും തെളിയിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ സംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് സതീശൻ നായർ അന്നത്തെ ഞങ്ങളുടെ ചെയർമാനായിരുന്നു. ഞാനും ആ കാലഘട്ടത്തിലെ എല്ലാ രംഗങ്ങളിലും സ്പോർട്സിലായാലും ആർട്സിലായാലും പഠനകാര്യത്തിലൊക്കെ മികവ് പുലർത്തിയിരുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ഒരു ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ, അല്ലെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ചിന്തിച്ചു വെക്കുക, 50 വർഷത്തിന് ശേഷം ഇത്രയും പേരുടെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. എല്ലാവരുടെയും നമ്പറുകൾ ശേഖരിച്ചുകൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട്, ചില വിദേശത്താണ്, ചില രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലാണ്, ചില കേരളത്തിന് തന്നെ മറ്റ് എല്ലാ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. അവരെയൊക്കെ നാളെ ഏറെക്കുറെ എല്ലാവരും ആ സെന്റ് തോമസ് ഹൈസ്കൂളിൻ്റെ പൂർവ്വ വിദ്യാലയത്തിൽ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിലേക്ക് പ്രസ് ക്ലബിലെ നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ. അല്ല, ഞങ്ങള് 2023 ഇതുപോലെ ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കുറച്ചുകൂടെ നമ്പറെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നമ്പറെല്ലാം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കേട്ടും നമ്പറുകൾ എടുത്ത് എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ളതാണ്. അമ്പൂരി ഉൾപ്പെടെല്ലാം ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ മരിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു നിർദ്ധനയായ കുടുംബത്തിന് ഞങ്ങൾ ചെറിയൊരു സഹായം സ്പോട്ടിൽ തന്നെ ഒരു 19,000 രൂപ കാശ് കളക്ഷനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. അല്ല, അവരൊക്കെ വിരമിച്ചവരാണ്, ഞങ്ങളെ പഠിപ്പിച്ചവരാണ്. ഞങ്ങൾക്ക് തന്നെ 65 വയസ്സുണ്ടാകുമ്പോൾ അധ്യാപകർ 90 വയസ്സൊക്കെ ഉള്ളവരാണ്. ഞങ്ങളെ തന്നെ ഇപ്പോൾ ഞാൻ മറ്റൊന്നും പറയല്ല, ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രസിഡന്റ്, രാഷ്ട്രീയ കിസാൻ മഹാസംഘ് എന്ന കർഷക സംഘടന സംസ്ഥാന കൺവീനറുമാണ്. ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഞാൻ കഴിഞ്ഞ 42 വർഷമായിട്ട് മുഴുകിയിരിക്കുകയാണ്. അതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെയ്യുന്നതാണ് വയനാട് ജില്ലയുടെ. ഇപ്പോൾ വയനാട് നപ്പാട് ഉരുൾപൊട്ടലിലൊക്കെ 10-15 ദിവസം ഞാൻ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടും അധ്യാപകരായിട്ടും അതുപോലെയുള്ള വിവിധ മേഖലകളിൽ SP-യുടെ റാങ്കിൽ വരെ വിരമിച്ചിട്ട് ഞങ്ങളെ ബാച്ച് പഠിച്ചതായിട്ടുണ്ട്. അതുകൊണ്ട് വിശിഷ്ട വ്യക്തികളെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പൂർവ്വകാല അധ്യാപകർ തന്നെയാണ്. കുറച്ചുപേരെ അറിയത്തിട്ടുണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് വരും എന്നുള്ളതാണ്. അമ്പൂര് ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പൂര്. 10 മണി മുതൽ 4 മണി വരെ, 10 മണി മുതൽ 4 മണി വരെ ഇച്ചിരി പാട്ടും ആട്ടവും പിന്നെ ചായയും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഒരു ദിവസം
ആ ഒരു 76-ലേക്ക് ഞങ്ങൾ തിരിച്ചു വെക്കുന്നു. 1976-ലേക്ക് ഞങ്ങൾ തിരിച്ചു വെക്കുന്നു. ഞങ്ങൾ അന്ന് നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും 16 വയസ്സ് 17 വയസ്സ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. നാളത്തെ ദിവസം ഞങ്ങളെല്ലാം 15 വയസ്സിലേക്ക് 16 വയസ്സിലേക്ക് മടങ്ങി പോവുകയാണ്. ബാല്യകാലത്തിലേക്ക് ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ്.